വി ഡി സതീശനോ അല്ലെങ്കിൽ കെ സി അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഔറയിൽ ഈ വിജയം ഉണ്ടാകില്ല ഇവിടെ. നിങ്ങളൊരു കാര്യം മനസ്സിലായി, ഇത് കോൺഗ്രസിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത മണ്ടന്മാരാണ് ഏതെങ്കിലും നേതാക്കന്മാരെ പൊക്കിയെടുത്ത് പറഞ്ഞത്. ഈ ഭരണത്തിൽ എത്തുക എന്നുള്ളത് ഉള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു വില്ല് കോൺഗ്രസിന് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ. കാര്യത്തിൽ ഹൈക്കമാൻഡൊക്കെ ഇടപെട്ട് നല്ല രീതിയിൽ ഒരു കൈകാര്യം ചെയ്തില്ല എങ്കിൽ നിങ്ങൾ നോക്കിക്കോ, മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ശ്രീകുമാർ മനയിൽ വളരെ ഷാർപ്പായിട്ട് പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല കോൺഗ്രസ്, റീലിൽ കാണുന്നതല്ല കോൺഗ്രസ്. എന്ത് കടലിളകി വന്നാലും എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു കടുകിട പിറകോട്ട് പോവില്ല, ഞങ്ങൾക്കുണ്ടായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് എന്ന് പറഞ്ഞാൽ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു നിലപാട് വി ഡി സതീശൻ എടുത്തു നിൽക്കുമ്പോൾ ആ നിലപാടിനെ ശാക്തീകരിക്കാൻ സണ്ണി ജോസഫും അടൂർ പ്രകാശും AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒക്കെ അടങ്ങുന്ന ഇപ്പോഴത്തെ KPCCയുടെ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ? ഞാൻ ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങിയതാണ്, ഈ പറയുന്ന നേതാക്കളെല്ലാം അവരവരുടെ തുരുത്തുകൾ സൃഷ്ടിച്ച് അവരവരുടെ കാര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ സൈബർ സേനകളൊന്നുമല്ല കഴിഞ്ഞ നാളുകളിലെല്ലാം കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നതും രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിനെ വിജയത്തിലെത്തിച്ചുകൊണ്ടിരുന്നതും. ഈ സൈബർ ഈ ഒരു ആക്രമണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു അടുത്ത CPM 2016 മുതൽ ഇത് തുടങ്ങി, 2015 മുതൽ തുടങ്ങിയെങ്കിലും കോൺഗ്രസ് വളരെ വളരെ പിന്നോക്കം നിൽക്കുവാൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ആരോപണം വന്നപ്പോഴാണ് ഈ സൈബർ സേനകളൊക്കെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭരണത്തിൽ എത്തുക എന്നുള്ളത് ഉള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു വില്ല് കോൺഗ്രസിന് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ. കാരണം ഇത്രയും അനുകൂലമായൊരു രാഷ്ട്രീയ സന്ദർഭം പാർട്ടിക്ക് കിട്ടിയിട്ടും അത് കൂട്ടായ്മയിലൂടെ മുതലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അവിടെയാണ് പറ്റുന്നത്. ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് വി ഡി സതീശനോ അല്ലെങ്കിൽ കെ സി അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഔറയിൽ ഈ വിജയം ഉണ്ടാകില്ല ഇവിടെ. നിങ്ങളൊരു കാര്യം മനസ്സിലായി, ഇത് കോൺഗ്രസിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത മണ്ടന്മാരാണ് ഏതെങ്കിലും നേതാക്കന്മാരെ പൊക്കിയെടുത്ത് പറഞ്ഞത്. കെ സി വേണുഗോപാലിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ്റെയോ ഒന്നും ഒരു ഔറയിൽ ഒരിക്കലും വിജയത്തിലേക്ക് നയിക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള മണ്ഡലം പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റും ഇറങ്ങി ജോലിയെടുത്താണ് ഈ പാർട്ടിയെ വിജയത്തിലെത്തിക്കുന്നത്, പാർട്ടിയെ ഭരണത്തിലെത്തിക്കുന്നത്. അപ്പോൾ അവരുടെ അപ്പോൾ അവർക്ക് ഇറങ്ങി നിൽക്കണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണമെങ്കിൽ ഒരു നേതൃത്വം മുകളിലുണ്ടാവണം. അല്ല, അത് ഈ ഇറങ്ങി നടന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. നേതൃത്വം മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇവർക്ക് ഇറങ്ങി നിന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്ന് ജോലിയെടുത്ത് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു നേതാവ് വിചാരിച്ചാൽ ഇത് സംഭവിക്കുന്ന കാര്യമേ ഇല്ല. അത് ഈ പാർട്ടിയെക്കുറിച്ച് അറിയില്ലാത്തവരാണ് നിരന്തരം ഏതെങ്കിലും നേതാക്കന്മാരുടെ പേരെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല വിഷയം ഇവിടെ. ഈ മണ്ഡലം പ്രസിഡന്റും ബൂത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഇറങ്ങാതെ ഈ പാർട്ടിക്ക് വോട്ട് വീഴില്ല. ജനങ്ങൾ വോട്ട് ചെയ്യാതെ എങ്ങനെ ഭരണത്തിൽ വരിക? അപ്പോൾ അതിലേക്ക് നയിക്കാൻ പറ്റിയ നേതൃത്വം ഇല്ല. നേതൃത്വം ഉണ്ടെങ്കിൽ തന്നെ അവർ ഇനാക്റ്റീവാണ്. അവർ മറ്റെന്തോ ചിന്തകളിലെയും കാര്യങ്ങളിലെയും പുറകിലാണ്. അവർ ഒരുമിച്ച് നിന്ന് അവരൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി അവർ നേതാക്കൾ എന്ന നിലയിൽ ഇതാണ് ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാലാണ് താഴെയുള്ളവനെ കണിനിരക്കുള്ളൂ. നേതൃത്വത്തിൻ്റെ പുറകിലാണ് അണികളുണ്ടാവുള്ളൂ. നേതൃത്വമില്ല പിന്നെ അണികളോടൊപ്പം ഇവന് ഈ മറ്റേ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും അവൻ്റെ വീട്ടിലെ കാര്യം നോക്കിയിരിക്കാം. അവന് ഈ വെയിലത്ത് ഇറങ്ങി സ്ലിപ്പ് കൊടുക്കുകയോ പോസ്റ്റ് ഒട്ടിക്കാൻ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? വോട്ടർ ലിസ്റ്റിൽ ആളുകളുടെ പേര് ചേർക്കാൻ, വോട്ടർ ലിസ്റ്റിൽ ആളുകളുടെ പേര് ചേർക്കൽ വളരെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വിട്ട് നടക്കുന്നേ ഇല്ല. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്തില്ലെങ്കിൽ ഈ പറയുന്ന സീറ്റുകളൊന്നും ലഭിക്കില്ല. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരനും ഒരു നേതാവ് ഇതുവരെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുകയോ അല്ലെങ്കിൽ വെട്ടിപ്പോകേണ്ട പേരിൽ വെട്ടിമാറ്റിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ ബൂത്ത് ലെവൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഇനാക്റ്റീവാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സംഘടനാ തലത്തിൽ തന്നെ വളരെ ഭയങ്കര ഇനാക്ടിവിറ്റി കോൺഗ്രസിലുണ്ട്. ഇതൊന്നും മനസ്സിലാകാതെ കുറേ സൈബർ സേനകൾ, കുറേ നേതാക്കന്മാരുടെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ട് ഏറ്റവും മികച്ച അവസരമാണ് ഭരണത്തിൽ കയറാൻ. ഇപ്പം അത്രയേറെ ഭരണവിരുദ്ധ തരംഗമുണ്ട്. പിണറായി വിജയൻ്റെ ഭരണം അടുത്തു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇവരെല്ലാവരും ഓരോ തുരുത്തുകളിൽ നിന്ന് ഈ സംഘടനയെ ശക്തിപ്പെടുത്താതെ, സംഘടനകളെ ശാക്തീകരണ ലക്ഷ്യം വയ്ക്കാതെ അവനവൻ്റെ പേഴ്സണൽ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ സെറ്റ് ദ പേഴ്സണൽ സ്കോർസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന കാരണം നേതൃത്വമാണ്. ഇത് എന്തെങ്കിലും കാര്യത്തിൽ ഹൈക്കമാൻഡൊക്കെ ഇടപെട്ട് നല്ല രീതിയിൽ ഒരു കൈകാര്യം ചെയ്തില്ല എങ്കിൽ നിങ്ങൾ നോക്കിക്കോ, മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. പിന്നെ ഈ പാർട്ടിയുടെ കാര്യം നമ്മൾ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ദൈവം തമ്പുരാന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.